8-ാം ദിവസമാണ് രാമായണ പാരായണം. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാനചാരതൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്ന്. നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചെന്തിജന്മാരോടു അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ. മൂഢനായി മധ്യാന്നമാർക്കാണ്ട തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനെ ഘോരമഹാവനെ ദൃഷ്ടാസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകെന്ന് തുഷ്ട്യാമുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞീ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രൻ പീഡിതന്മാരായിരിക്കുന്ന വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നുടെ മാത്രയും ഞങ്ങൾ നിസംശയം ഇത്തമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നുമൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടിട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അത് കെട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം. താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ. നിത്യത ബോധന സംഗമഹേതൂന ശുദ്ധനായി വന്നിതൻ അന്ധകരണവും ത്വക്താധനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചൻ പദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന. രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത. രക്ഷണം ഭൂഷണമല്ലോ മഹാത്മാനാം. സപ്തമീത്യുക്താ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്ര
ഉത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തുതേ. സദ്യഫലം വരും സജ്ജന സംഗമാ ദിദ്വജ്ജനാനാം മഹത്വമേതാദൃശ്യം. ഇന്ന് തന്നെ തരുന്നുണ്ടൊരുപദേശം, എന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ജാധമനാമിവൻ ദിവ്യജനത്താലുപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രദാനേന. ഇത്തം മുക്ത്യാരാമ നാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം രാമരാമേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം. ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ. ഇത്തമനുഗ്രഹം തൊത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപതാകമീച്ചിടിന. നത്വാരാമേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. തപസേന്ദ്രന്മാരു വന്നെഴുന്നുള്ളിനാൻ ഗോപതി മാരുദയം ചെയ്തതുപോലെ നിഷ്ക്രിയമിച്ചിടെന്നു ചൊന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടിനേൻ ആശുകനാകുതാൽ. വാൽമീകി മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താർ. വാൽമീകിയാ മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹു നാംനായ ദേവിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തൊഴുന്നുള്ളി മുനികൾ വന്നു തുടങ്ങിന. ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി. രാമ ഞാനീതങ്ങയായി ചമഞ്ഞി ഇന്നു സീതാസുമിത്രാൽഭജന്മാരോടു നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരൻ രാഘവൻ ചക്ഷുഷ കാണായ മൂലം വിവിക്തനായേനഹം ത്രാണ നിപുണത്രേദശ കുലപതി. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നുള്ളിനാൻ അന്തികേ ചേർന്നുള്ള ശിഷ്യ പരിവ്രതനാം മുനി. ചിത്രാകുടജലഗംഗയോരന്തരാചിത്രമായോരു ജഡം തീർത്തുമാ മുനി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടെയിരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകതനോടും. നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ. ദേവമുനീവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ മന്ത്രി വരനാസുമന്ത്രരുമേറിയോരന്തശുചാജൻ അയോധ്യ വസ്ത്രേണ വക്ത്രവും അച്ഛാദ്യ കണ്ണുനീരത്യത്തമിറ്റിറ്റു വീണു തുടച്ചു മറ്റേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്ന് ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമത്രേ ജയ ശൗരാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തവൻ
സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർജ്ജലനായ അതിപാപിയാം എന്നോട് ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണ. ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും. ഹാരാമഹാഗുണവാരിതേ ലക്ഷ്മണ വാരീ ജലോചനേ ബാലേ മിഥിലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെ കണ്ടെനിക്കും മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നോ സുഹൃതവും. ഇത്തം പറഞ്ഞ് കേഴുന്ന നൃപേന്ദ്രനോടു താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയ. ശൃംഗിവേരാംഗ്യപുര സവിതേ ചെന്ന് ഗംഗാ തടേ വസിച്ചിടും ദശാന്തരെ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടത് തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി ആരുമേ ചൊല്ലേണമെന്നുടെ താതനോടും ബലാലല്ലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ച് ഖേദം എന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽകപിതാവതിഹിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിടണം. ജാനകിയും തൊഴുന്നോട് ചൊല്ലിനാൾ ആനനപൽപ്പവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സാഗദ്ഗതം ശുഭാദേശു സാഷ്ടാംഗം നമസ്കാരം. തോണികരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറേ ധൈര്യം ആലംബ്യമന്ദം നിവർത്തനായിടിനാൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേകിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാപി എന്ത് പിഴച്ചിതു ദൈവമേ. യവമെല്ലാം വരുത്തിത്തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൾ. പുണ്ണിലൊരു കൊള്ളി വെക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാഖേദിപ്പിയായിക നീ. ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തവും മനോഹരെ. സാക്ഷാൽ തപസ്വീകളീശ്വരന്മാരല്ലോ. അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനീതിരേ വനാന്തരേ മാനസേ മോഹേന നിൽക്കുന്ന നേരം ഒരു മുനി ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർപോരുവാൻ വന്നവർ കുംഭേന വെള്ളം മുൻപോട് മുക്കും വിധവും. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ട് തുമ്പിക്കൈയിൽ അംഭോഗതമിതി ചിന്തിച്ചുടന്നാഥ ഭേദിനീ സായകം സന്തായ ജാവേ ദൃഢമയ ചീടിനേൻ.
ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹേതി കെട്ടിതു മാനുഷ്യവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്ത ഹതോഹം വിദേവൃത പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുതാക്കിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതീത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസഹ ബാലകൻ പാദങ്ങളിൽ വീണ് താവേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമപരാധിനം രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗയാ വിവശനായ യാന തണ്ണീർ കുടിക്കും നാഥമെന്നോർത്ത് വണമെയ്തേനതിഭാവിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേതെടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേതാതനുകോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നത് കേട്ടു ശല്യോദ്ധരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്നവിടേക്ക് അതിസംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേർപെടു അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവും മാൽപാദവിന്യാസജധ്വനികൾക്കായി കൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ട് താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം